ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതേപോലെ നല്ല ക്രിസ്റ്റൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇതേപോലെ നല്ല ഷൈനിങ് ആയിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടോ? നമ്മുടെ സാധാ സ്റ്റോൺസ് ഇതേപോലെ ഇങ്ങനെ തിളങ്ങത്തൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നല്ല തിളക്കമാണ്, കളേഴ്സൊന്നും പോവില്ല, ഫെയിൻ്റായി ഒന്നും പോകത്തില്ല. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻസ് ഞാൻ കാണിക്കാം. ഓവൽ ഷേപ്പിൽ, അതേപോലെ ഡ്രോപ്പിൽ ഇത്ര എണ്ണം, പിന്നെ ഓവലിൽ വരുന്നത്, ബോക്സ് ടൈപ്പിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടിയത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് അയക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ കാറ്റലോഗിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാം, പ്രൈസ് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസ് ഇത് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം. അതല്ല എങ്കിൽ കാറ്റലോഗിൽ കൊടുത്തേന്ന് മാർക്ക് ചെയ്ത് അയക്കാം. ഈ ഫോട്ടോസ് തന്നെയാണ് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്ത് ഇട്ടേക്കുന്നത്. ഇതല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ ഒരു മോഡലും കൂടെ സ്റ്റോൺ ഉണ്ട്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് ഓർഡർ ചെയ്യാം. ഇതാണെങ്കിൽ കളറ് പോകത്തില്ല, ഫെയിൻ്റ് ആകത്തില്ല, നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ഉള്ളതാണ്. ഇതേപോലെ ഇരിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ അടുത്ത സ്റ്റോൺസും കൂടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അടുത്ത നമ്മുടെ ഈ സ്റ്റോൺസാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ പുറകിൽ സിൽവർ കളറാണ് വരുന്നത്. ജസ്റ്റ് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കമ്മലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് വലിയ സൈസും അതേപോലെ ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ട്. ഇപ്പോൾ കമ്മലിൻ്റെ സ്റ്റഡിന് ഇത് കൊടുക്കുകയാണെങ്കിൽ താഴെ കുറച്ച് റൗണ്ടിലോ അല്ലെ ഷേപ്പിൽ ചെയ്യാൻ വേണ്ടിയൊക്കെ. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഷേപ്പ് ഡ്രോപ്പാണ് വരുന്നത്. വലിയ സ്റ്റോൺസാണ് ഇത് വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചതും ഇതും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് റൗണ്ടാണ്, ഇത് ഫ്ലാറ്റായിട്ട് വരുന്നതാണ്. മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് വയർ ഹെയർ ബോ കയറ്റാം. അതേപോലെ നമ്മളിപ്പോൾ ടിയാരയിൽ ചെയ്യാൻ വേണ്ടിയാണെങ്കിലും ഇപ്പോൾ ചില സ്ഥലത്ത് നമുക്കിത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇത് തന്നെയാണ് പ്രിഫർ ചെയ്യുക. ഇപ്പോൾ മാലയുടെ ലോക്കറ്റായിട്ട് വരാൻ വേണ്ടി, അതേപോലെ വയർ ഹെയർ ബോ ഡബിൾ ഹോളിൽ കയറ്റാൻ വേണ്ടിയൊക്കെ. ഇത് നമ്മൾ സ്റ്റോൺസാണ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്ന, ഓർണമെൻറ്റ്സ് ചെയ്യുന്നവർക്കും. അതേപോലെ തന്നെ വയർ ഹെയർ ബോയിൽ സൈഡിൽ നമ്മൾ ക്യാൻ ലേസയിൽ ഒട്ടിച്ചു കൊടുക്കുക. അതല്ല എങ്കിൽ നമുക്ക് വാക്സ് ഷീറ്റ് വെച്ചും അങ്ങനെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ്. നിങ്ങൾക്ക് കാറ്റലോഗിൽ ചെക്ക് ചെയ്ത പ്രൈസ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ഓരോന്നും വേറെ വേറെ സെക്ഷനായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.